അടുത്തതായി പഠനവുമായി ബന്ധപ്പെട്ട പഠന സിദ്ധാന്തങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ആദ്യകാല പഠന സിദ്ധാന്തങ്ങളെ വ്യാവഹാരിക സിദ്ധാന്തങ്ങൾ അഥവാ ബിഹേവിയറലിസ്റ്റ് തിയറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് ആദ്യം പഠനം നടത്തിയ വ്യക്തി ഐവാൻ പെട്രോവിച്ച് പാവ്ലോവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പാവ്ലോവിൻ്റെ വ്യാവഹാരിക സിദ്ധാന്തത്തെ ബന്ധന സിദ്ധാന്തം അഥവാ കണ്ടീഷനിങ് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏറ്റവും ആദ്യത്തെ സിദ്ധാന്തം പാവ്ലോവിൻ്റേതായതുകൊണ്ട് ഈ ബന്ധ സിദ്ധാന്തത്തെ പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ പൗരാണിക അനുബന്ധന സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് പാവ്ലോവ് ആയിരുന്നു. ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്താൻ ആദ്യമായി പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട വ്യക്തി പാവ്ലോവ്. എന്തായിരുന്നു പാവ്ലോവിൻ്റെ ബന്ധന സിദ്ധാന്തം? സ്വാഭാവികമായ ചോദകത്തോടൊപ്പം കൃത്രിമമായി കൂട്ടിച്ചേർക്കപ്പെട്ട അനുബന്ധനത്തിനും ജീവിയിൽ നിന്ന് സ്വാഭാവികമായ പ്രതികരണം തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് പരീക്ഷണത്തിലൂടെ പാവ്ലോവ് തെളിയിച്ചു. ഇതിനായി അദ്ദേഹം പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത് നായയായിരുന്നു. എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണം? ഒരു മേശയിൽ ഉറപ്പിച്ചിരിക്കുന്ന യന്ത്രത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന നായ. ഈ നായയ്ക്ക് ഇറച്ചി നൽകുന്നു. ഈ നായയ്ക്ക് ഇറച്ചി നൽകുമ്പോൾ നായയിൽ നിന്നും ഉമിനീർ സ്രവിക്കുന്നു. അപ്പോൾ ഇറച്ചി എന്ന് പറയുന്ന സ്വാഭാവികമായ ചോദകത്തിന് ജീവിയിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണമാണ് സലൈവ അല്ലെങ്കിൽ ഉമിനീര് വരുന്നത്. എന്നാൽ പാവ്ലോവ് എന്താ ചെയ്തത്? ഈ ഇറച്ചി നൽകുമ്പോൾ അതോടൊപ്പം ഒരു മണിയടി ശബ്ദം കൂടി കേൾപ്പിക്കുന്നു. ഇവിടെ ഈ മണിയടി ശബ്ദം കൃത്രിമമായ അനുബന്ധനമായിരുന്നു. പിന്നീട് ഇറച്ചി നൽകാത്തപ്പോഴും ഈ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ ഇറച്ചി നൽകുമ്പോൾ എന്ത് പ്രതികരണമാണോ നായയിൽ നിന്നുണ്ടായത് അതേ പ്രതികരണം തന്നെ ഉമിനീർ സ്രവിക്കുന്നത് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദകത്തോടൊപ്പം കൃത്രിമമായ ഒരു അനുബന്ധനം കൂട്ടിച്ചേർക്കുക വഴി ജീവിയിൽ നിന്ന് സ്വാഭാവികമായ പ്രതികരണം തന്നെ ലഭിക്കുന്നുവെന്ന് കണ്ടെത്തിയ മനഃശാസ്ത്രജ്ഞനായിരുന്നു പാവ്ലോവ്. വിവിധ പഠന സന്ദർഭങ്ങളിൽ ഉചിതമായ ചോദകങ്ങളെ കൂട്ടിച്ചേർക്കുക വഴി പഠിതാവിൽ നിന്നും നല്ല പ്രതികരണങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഈ സിദ്ധാന്തം തെളിയിക്കുന്നു. ഉദാഹരണം, ഒരു ആനയുടെ വേർഡ് നമ്മൾ പഠിപ്പിക്കുന്നു, എലഫന്റ്. ഈ വാക്ക് നമ്മൾ കുട്ടിക്ക് ബേർഡ് കാർഡ് കാണിക്കുന്നു, ബോർഡിൽ എഴുതിയിടുന്നു, കുട്ടിയെ കൊണ്ട് എഴുതിക്കുന്നു. അപ്പോൾ ഈ വാക്ക് കാണുമ്പോൾ കുട്ടി എലഫന്റ് എന്ന് പറയുന്നു. നമ്മൾ ഈ വാക്ക് വേർഡ് കാർഡ് കാണിക്കുന്നു, കുട്ടി എലഫന്റ് എന്ന് പറയുന്നു. വേർഡ് കാർഡ് സ്വാഭാവികമായ ഒരു ചോദകം, കുട്ടിയുടെ പ്രതികരണം സ്വാഭാവികമായ പ്രതികരണം. ഈ വേർഡ് കാർഡിനൊപ്പം തന്നെ ആനയുടെ ഒരു ചിത്രം കൂടി നമ്മൾ കാണിക്കുമ്പോൾ നോക്കുക, വേർഡ് കാർഡ് കാണിച്ചില്ലെങ്കിലും ഈ ചിത്രം കാണുമ്പോൾ തന്നെ കുട്ടിയുടെ മനസ്സിൽ ആ എലഫന്റ് എന്ന വാക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദകത്തോടൊപ്പം കൃത്രിമമായ ഒരു അനുബന്ധനം കൂട്ടിച്ചേർക്കുക വഴി സ്വാഭാവികമായ പ്രതികരണം തന്നെ കുട്ടിയിൽ നിന്നും അല്ലെങ്കിൽ പഠിതാവിൽ നിന്നും ഉണ്ടാകുന്നു. ഈ അനുബന്ധന പ്രക്രിയ വഴി പഠിതാവിൽ ദുശീലങ്ങൾ ഒഴിവാക്കി നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ അധ്യാപകന് സഹായകമാണ്. എന്നാൽ
ശരിയായ രീതിയിൽ അനുബന്ധനം നൽകിയില്ല എങ്കിൽ യുക്തിരഹിതമായ ഭയം കുട്ടിയിൽ ഉളവാകാൻ ഇത് കാരണമാകും. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്താണ് എന്ന് മനസ്സിലായി കാണും. ഒന്നുകൂടെ പറയാം. ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്താൻ ആദ്യമായി ശ്രമം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ പാവ്ലോവ്. ഇതിനായി അദ്ദേഹം പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്ത ജീവി നായ. എന്താണ് പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തം? സ്വാഭാവികമായ ഒരു ചോദകത്തിന് സ്വാഭാവികമായ പ്രതികരണം ജീവിയിൽ നിന്നും ഉണ്ടാകുന്നു. ഈ സ്വാഭാവികമായ ചോദകത്തോടൊപ്പം കൃത്രിമമായ ഒരു അനുബന്ധനം കൂട്ടിച്ചേർത്ത് ആ കൃത്രിമമായ അനുബന്ധനത്തിനും സ്വാഭാവികമായ പ്രതികരണം തന്നെ ജീവിയിൽ നിന്നും ഉണ്ടാക്കുക. വിദ്യാഭ്യാസപരമായി ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസക്തി എന്താണ്? വിവിധ പഠന സന്ദർഭങ്ങളിൽ ഉചിതമായ ചോദക അവസ്ഥകൾ സൃഷ്ടിച്ചുകൊണ്ട് അനുബന്ധനത്തിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അനുബന്ധന സിദ്ധാന്തം നമ്മൾ കണ്ടു, പൗരാണിക അനുബന്ധന സിദ്ധാന്തം. വ്യാവഹാരിക സിദ്ധാന്തങ്ങളിൽ അടുത്ത സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു തോണ്ടെക്, എഡ്വേർഡ് തോണ്ടെക്. എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം? ബന്ധ സിദ്ധാന്തം അഥവാ ബോണ്ട് തിയറി. ബന്ധ സിദ്ധാന്തം അഥവാ ബോണ്ട് തിയറി. ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധത്തിനാണ് തോണ്ടെക് പ്രാധാന്യം നൽകിയത്. ഈ ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചാൽ അത് കൂടുതൽ നേരം ജീവിയിൽ നിലനിൽക്കുന്നു. എപ്രകാരമാണ് ഈ ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത്? ആവർത്തിച്ചുള്ള പ്രക്രിയയിലൂടെ. ഇപ്രകാരം ആവർത്തിച്ചുള്ള പ്രക്രിയയിലൂടെ ഈ ബന്ധത്തിലേക്ക് ജീവി എങ്ങനെ എത്തിച്ചേരുന്നു? ആദ്യം തെറ്റായ പ്രക്രിയകൾ ചെയ്തു നോക്കിയിട്ട് അതിൽ നിന്ന് ശരിയായ പ്രക്രിയയിലേക്കുള്ള വരവാണ്. അതുകൊണ്ട് തന്നെ തോണ്ടെക്കിൻ്റെ ബന്ധ സിദ്ധാന്തത്തെ ട്രയൽ ആൻഡ് എറർ തിയറി അഥവാ ശ്രമ പരാജയ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനായി അദ്ദേഹം പഠനം നടത്തിയത് പൂച്ചയിലായിരുന്നു. ഒരു കൂട്ടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന പൂച്ച കൂട്ടിന് വെളിയിൽ മത്സ്യം വെച്ചു കൊടുക്കുന്നു. സ്വാഭാവികമായും പൂച്ച ഈ കൂട്ടിൽ നിന്ന് പുറത്തു കടക്കാനായി പല ശ്രമങ്ങൾ നടത്തുന്നു. ഇങ്ങനെ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇടയിൽ അപ്രതീക്ഷിതമായി കൂടിൻ്റെ ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലിവറിൽ തട്ടുകയും ഇതിൻ്റെ വാതിൽ തുറക്കുകയും പൂച്ച പുറത്തു വരികയും ചെയ്യുന്നു. പല പ്രാവശ്യം ഈ പ്രക്രിയ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടിനകത്തേക്ക് ഇടുന്ന പൂച്ച ഈ ലിവറിൽ തട്ടി പുറത്തു വരുന്നതായിട്ട് കാണും. അപ്പോൾ ഇവിടെ ഈ ലിവറും കൂടിൻ്റെ വാതിലും തമ്മിലുള്ള ബന്ധം ആവർത്തന പരിശീലനത്തിലൂടെ പൂച്ചയിൽ ദൃഢമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് കൂട്ടിലടച്ച ഉടൻ തന്നെ പൂച്ച പുറത്തു വരുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു സാഹചര്യമുണ്ട്. ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിൽ മാറ്റമുണ്ടാകാൻ പാടില്ല. ചോദക സാഹചര്യങ്ങളിൽ ഒരിക്കലും മാറ്റമുണ്ടാകാൻ പാടില്ല. കാരണം ലിവറിൽ തട്ടുമ്പോൾ കൂടിൻ്റെ വാതിൽ തുറക്കണം. ഒരു പ്രാവശ്യം തുറന്നു, പിന്നെയും തുറന്നു, അടുത്ത പ്രാവശ്യം ലിവറിൽ തട്ടി തുറന്നില്ല എങ്കിൽ പൂച്ച വേറെ എവിടെയെങ്കിലും മാറ്റാൻ തുടങ്ങും. അപ്പോൾ ചോദക സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇതിൽ നിന്ന് തോണ്ടെക് ചില പഠന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ബോണ്ട് തിയറിയുടെ ഭാഗമായി ബന്ധ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി തോണ്ടെക് ആവിഷ്കരിച്ച പഠന നിയമങ്ങൾ. ഒന്ന്, സന്നദ്ധത നിയമം, ദ ലോ ഓഫ് റെഡിനെസ്.
സന്നദ്ധത ഉണ്ടായിരിക്കണം. വിശന്നിരുന്ന പൂച്ചയായതുകൊണ്ടാണ് ഈ കൂടിന് പുറത്തേക്ക് വന്നത്. എന്താണ് സന്നദ്ധതാ നിയമം പറയുന്നത്? ഒരു പഠിതാവ് പഠന സന്നദ്ധനായിരിക്കുമ്പോൾ ആ പഠിതാവിന് പഠന പ്രക്രിയ ചെയ്യാനുള്ള താല്പര്യം വർദ്ധിക്കുന്നു. സന്നദ്ധനായിരിക്കുമ്പോൾ പഠന പ്രക്രിയ പഠിതാവിനെ സംബന്ധിച്ച് സംതൃപ്തിജനകമായിരിക്കും. പഠന സന്നദ്ധനല്ല എങ്കിൽ പഠന പ്രക്രിയ അസ്വാസ്ഥ്യജനകമായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പഠിതാവ് പഠന സന്നദ്ധനായിരിക്കുമ്പോൾ പഠന പ്രക്രിയ നടന്നില്ലെങ്കിലും പഠിതാവ് അസംതൃപ്തനായിരിക്കും. ഇതാണ് സന്നദ്ധതാ നിയമം. അപ്പോൾ സന്നദ്ധതാ നിയമം എന്താണ്? ഒരു പഠിതാവ് പഠന സന്നദ്ധനായിരിക്കുമ്പോൾ പഠന പ്രക്രിയ അയാൾക്ക് സംതൃപ്തിജനകവും, പഠനസന്നദ്ധനല്ല എങ്കിൽ അയാൾക്കത് അസംതൃപ്തിജനകവുമായിരിക്കും. പഠനസന്നദ്ധനായിരിക്കുമ്പോൾ പഠന പ്രക്രിയ ലഭിച്ചില്ല എങ്കിൽ, പഠനാനുഭവം ലഭിച്ചില്ല എങ്കിലും പഠിതാവ് അസംതൃപ്തനായിരിക്കും. രണ്ടാമത്തെ നിയമമാണ് ഫല നിയമം. വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞു, കൂടിൻ്റെ ആ ലിവറിൽ തട്ടിയപ്പോൾ വാതിൽ തുറന്നു. ആ വാതിൽ തുറക്കപ്പെടണം, ഫലം ലഭിക്കണം. ഫലം ലഭിച്ചെങ്കിൽ മാത്രമേ പഠനം സംതൃപ്തിജനകമാവുകയുള്ളൂ. അതായത് ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള പരിവർത്തനക്ഷമമായ ഒരു ബന്ധം പഠിതാവിൽ സ്ഥാപിതമായി കഴിഞ്ഞ് തുടർന്നും ആ സാഹചര്യം നിലനിന്നെങ്കിൽ മാത്രമേ ഈ ബന്ധം നിലനിൽക്കുകയുള്ളൂ. അതല്ല എങ്കിൽ ഈ ബന്ധം ശിഥിലമായി പോകും എന്നതാണ് ഫല നിയമം പ്രസ്താവിക്കുന്നത്. അടുത്ത നിയമമാണ് അഭ്യാസ നിയമം, ലോ ഓഫ് എക്സസൈസ്. ഒരു സന്ദർഭത്തിൻ്റെ പ്രതികരണം മറ്റു ഘടകങ്ങളെ മാറ്റമില്ലാതെ, മറ്റു ഘടകങ്ങളിൽ മാറ്റമില്ലാതെ അത് തുടർന്നുകൊണ്ട് പോയെങ്കിൽ മാത്രമേ ആ ബന്ധത്തിൻ്റെ ശക്തി ദീർഘകാലത്തേക്ക് നിലനിൽക്കുകയുള്ളൂ. അതായത് പല പ്രാവശ്യം ഈ പ്രക്രിയ ആവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് പൂച്ചയ്ക്ക് ലിവറും കൂടിൻ്റെ വാതിലും തമ്മിലുള്ള ബന്ധം ശക്തമായത്. അത് ആവർത്തിച്ചില്ല എങ്കിൽ ആ ബന്ധം ശിഥിലമായി പോകും. അപ്പോൾ ഈ 3 നിയമങ്ങൾ, സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം, ഈ 3 പഠന നിയമങ്ങൾ ആവിഷ്കരിച്ചത് തോണ്ടേക്കാണ്. ബന്ധസിദ്ധാന്തത്തിൽ നിന്നും തോണ്ടേക്ക് ആവിഷ്കരിച്ച 3 സിദ്ധാന്തങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അടുത്തതായിട്ട് സ്കിന്നറുടെ സിദ്ധാന്തമാണ്. സ്കിന്നറുടെ വ്യാവകാരിക സിദ്ധാന്തത്തെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിങ്. ഇവിടെ പാവ്ലോവ് ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ ശ്രമം നടത്തുകയും ചോദകത്തോടൊപ്പം അനുബന്ധത്തെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. തോണ്ടേക്ക് ചെയ്തത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി കൂട്ടുകയാണ് ചെയ്തത്. എന്നാൽ സ്കിന്നർ പ്രാധാന്യം കൊടുത്തത് പ്രവർത്തനത്തിനാണ്. ചോദക സാഹചര്യങ്ങൾ മാറി വരാം, പക്ഷേ റെസ്പോൺസിനാണ് പ്രാധാന്യം. ജീവിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുക, ആ പ്രതികരണങ്ങൾ ജീവിയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അത്തരം പ്രവർത്തനങ്ങളെയാണ് ഓപ്പറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഓപ്പറൻസ് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം പഠനം നടത്തിയത് പ്രാവിലായിരുന്നു. ഒരു പ്രാവിനെ കൊണ്ട് നിശ്ചിതമായ ഒരു സ്ഥലത്ത് കൊത്തിക്കണം. അതിനുള്ള ശ്രമത്തിൽ ആ നിശ്ചിതമായ സ്ഥലത്ത് കൊത്തുമ്പോൾ മാത്രം പ്രാവിന് ധാന്യമണി ലഭിക്കുന്നു. അപ്പോൾ നിശ്ചിതമായ ആ സ്ഥലത്ത് കൊത്തിക്കുന്നതിനായി പ്രാവിന് നൽകിയ ഓപ്പറൻസ് ആണ് ധാന്യമണി.
പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകിയ മനഃശാസ്ത്രജ്ഞനായിരുന്നു സ്കിന്നർ. വിദ്യാഭ്യാസപരമായി ഇതിൻ്റെ പ്രാധാന്യം, പഠിതാവിന് ഏറ്റവും കുറച്ച് നിരാശാബോധവും ഏറ്റവും അധികം സംതൃപ്തിയും ലഭിക്കുന്ന പഠന സാഹചര്യം സൃഷ്ടിക്കുക എന്നതായിരുന്നു. അതുമാത്രമല്ല, ലക്ഷ്യമാക്കുന്ന വ്യവഹാരം അല്ലെങ്കിൽ നമ്മൾ ഉന്നം വയ്ക്കുന്ന വ്യവഹാരം പഠിതാവിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ഉടനടി ആ വ്യവഹാരം സമ്മാനിതമാകണം. ഗ്രേഡ് കൊടുക്കുക, സ്കോർ കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക എന്നിവ സ്കിന്നറുടെ പഠന സിദ്ധാന്തത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. സ്കിന്നറുടെ ഈ പഠന സിദ്ധാന്തത്തിൽ നിന്നും വികസിച്ചെടുത്ത അല്ലെങ്കിൽ വികസിപ്പിച്ച ഒരു ബോധന പ്രക്രിയയുണ്ട്. ആ ബോധന പ്രക്രിയയെ പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് പ്രോഗ്രാംഡ് ലേണിംഗ്? മുൻകൂട്ടി നിശ്ചയിച്ചപ്പെട്ട പാഠ്യ വസ്തുക്കൾ അധ്യാപകന്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഒരു നിശ്ചിത കൂട്ടം വ്യവഹാരങ്ങളിലേക്ക് പഠിതാവിനെ നയിക്കുന്നു. അപ്പോൾ ഉന്നതമാകുന്ന വ്യവഹാരത്തിലേക്ക് പഠിതാവിനെ എത്തിക്കാൻ അധ്യാപകന്റെ സ്ഥാനത്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പാഠ്യവസ്തുക്കൾ വഴി എത്തിക്കുന്നു. ഇതിനെയാണ് പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സ്കിന്നറുടെ ഈ പഠന സിദ്ധാന്തത്തിൽ നിന്നാണ് ക്ലാസ് മുറികളിൽ കമ്പ്യൂട്ടർ പോലെയുള്ള ഉപകരണങ്ങളുടെ പ്രാധാന്യം. ഈ 3 സിദ്ധാന്തങ്ങളാണ് വ്യാവഹാരിക സിദ്ധാന്തങ്ങൾ. പാവ്ലോവിൻ്റെ സിദ്ധാന്തം, തോണ്ടേക്കിൻ്റെ സിദ്ധാന്തം, സ്കിന്നറുടെ സിദ്ധാന്തം. അതുകൊണ്ട് തന്നെ വ്യാവഹാരികവാദികളായ മനഃശാസ്ത്രജ്ഞന്മാർ, ബിഹേവിയറലിസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്നറിയപ്പെടുന്നത് പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ. പാവ്ലോവിൻ്റെ സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ പൗരാണിക അനുബന്ധനം. തോണ്ടേക്കിൻ്റെ സിദ്ധാന്തം ബോണ്ട് തിയറി അഥവാ ബന്ധ സിദ്ധാന്തം. തോണ്ടേക്കിൻ്റെ സിദ്ധാന്തത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ശ്രമ പരാജയ സിദ്ധാന്തം. സ്കിന്നറുടെ സിദ്ധാന്തം പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, ഓപ്പറന്റ് കണ്ടീഷനിങ്.